ഒരു സൺഡേ പർച്ചേസിങ് വ്ളോഗാണ് കേട്ടോ ഇപ്രാവശ്യം കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാ പ്രാവശ്യം പോകുന്ന പോലെ തന്നെ ജാം ജൂമിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോർണിംഗ് മുതൽക്ക് തന്നെ വെയിലായിരുന്നു. അപ്പോൾ ഞങ്ങളെന്നാൽ ഒരു ഉച്ചയ്ക്ക് ശേഷം പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2:45 വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. വൈകുന്നേരം വരെ അതേപോലെ തന്നെ വെയിൽ നിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ ജാം ജൂമിൽ പോയി കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ്, ബിസ്ക്കറ്റ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു. പിന്നെ നെയ്യ്, അതുപോലെ തന്നെ ബാത്റൂം ക്ലീനർ, ഫ്ലോർ ക്ലീനർ തുടങ്ങിയ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ അതും വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഞാൻ നോർമലി യൂസ് ചെയ്യാറുള്ള പാഡ് എന്ന് പറയുന്നത് ബെല്ലടയാണ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് 6 മാസത്തേക്ക് നോക്കുക വേണ്ട, കറക്റ്റ് 6 മാസത്തേക്ക് ഇതുണ്ട് കേട്ടോ. പിന്നെ വീട്ടിലെത്തി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി നേരെ ചായ ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ മേല് കഴുകി വിളക്കും വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കിന് തന്നെ ടൈം 6 മണി 6:15 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളക്കൊക്കെ വെച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് ഫിഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ആയി ഇപ്പോൾ ഫിഷൊക്കെ ഉണ്ടാക്കിയിട്ട്, അതായത് കുറേ ഡേയ്സായി. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടപ്പോൾ ഇങ്ങനെ വാങ്ങി. വത്തളായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങി ഫ്രൈ ചെയ്തു കേട്ടോ. അപ്പോൾ വിളക്ക് വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. ഫസ്റ്റ് കുട്ടിയെടുത്താട്ടോ ഫ്രൈ ചെയ്തെടുത്തത്. കാരണം അവൾക്ക് അങ്ങനെ മുളക് പൊടി ആഡ് ചെയ്യാറില്ല, എരിവ് അങ്ങനെ കഴിക്കില്ല, അതുകൊണ്ട് ആഡ് ചെയ്യാറുമില്ല. പിന്നെ ചിലത്, അതായത് ചില കറികളും കാര്യങ്ങളൊക്കെ കൂട്ടും, അല്ലാണ്ടൊന്നും എരിവ് അങ്ങനെ കൂട്ടില്ല. അപ്പോൾ ഫസ്റ്റ് അവൾക്കുള്ളത് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം ഞങ്ങൾക്കുള്ളതും കൂടെ ഫ്രൈ ചെയ്തു. പിന്നെ നേരെ കുട്ടിക്ക് ചോറ് കൊടുത്ത് ഞങ്ങളും ചോറുണ്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് ഡേ എന്ന് പറയാൻ ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ ഓക്കെ.